ഒരു സൂപ്പർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഷെയർ ചെയ്യാം. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ കാറ്റഗറീസ് ധാരാളം ഉണ്ടാവും. സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഒരു സെക്ഷനിൽ നിൽക്കുന്ന സെയിൽസ് സ്റ്റാഫ് ആ സെക്ഷനിലെ ഐറ്റംസിനെ മൂന്നായിട്ട് തരംതിരിക്കാം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, ഫാസ്റ്റ് മൂവിങ് ഐറ്റം. രണ്ട്, സ്ലോ മൂവിങ് ഐറ്റം. മൂന്ന്, നോൺ മൂവിങ് ഐറ്റം. ഈ മൂന്ന് ഐറ്റവും ഒരു സെക്ഷനിലുണ്ടാവും. അല്ലാതെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം മാത്രം വെച്ചൊരു സെക്ഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ലോ മൂവിങ് ഐറ്റം വെച്ചൊരു സെക്ഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ മൂന്ന് സെക്ഷനും ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനുകളിൽ ഉണ്ടാവും. ഈ സെക്ഷനിൽ ഐറ്റംസ് എങ്ങനെ മാനേജ് ചെയ്യാം ഒരു സ്റ്റാഫ് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും മിനിമം ഒരു കാര്യമാണ്. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിലെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ നിങ്ങളുടെ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും മിനിമം ഒരു കാര്യം ഇതാണ്. ഈ പറയുന്ന ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഐറ്റംസ് മനസ്സിലാക്കിയിട്ട് ഓർഡർ കൊടുക്കുമ്പം ഫാസ്റ്റ് മൂവിങ് ഐറ്റത്തിന് കൂടുതലും, സ്ലോ മൂവിങ് ഐറ്റത്തിന് മിനിമവും, നോൺ മൂവിങ് ഐറ്റംസ് ഒഴിവാക്കാനും ശ്രമിക്കുക. നോൺ മൂവിങ് ഐറ്റംസ് എടുത്തു വെച്ച് നമ്മളുടെ ഫ്ലോറിലെ സ്പേസ് കളയാവുന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവില്ല. പക്ഷേ ചില കമ്പനികൾക്ക് നിർബന്ധമുണ്ട് അവരുടെ പ്രോഡക്റ്റിൽ ഒരു 2 പീസ് അല്ലെങ്കിൽ ഒരു 3 പീസിലും എടുക്കണമെന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എടുത്തു വെക്കേണ്ട ഒരു സാഹചര്യം വരും. അത് ഓഫർ ഇട്ടോ അല്ലെങ്കിൽ പുഷ് ചെയ്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ കൂടിയോ എങ്ങനെയാലും വിറ്റ് തീർക്കാൻ ആ സ്റ്റാഫിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പോയിന്റ്, ഈ 3 ടൈപ്പ് ഓഫ് ഐറ്റംസ് നിങ്ങളുടെ സെക്ഷനിലുണ്ട്. ആ ഐറ്റംസിന് ഓർഡർ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ഓർഡർ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഏറ്റവും മിനിമം ഒരു കാര്യം നിങ്ങളുടെ സെക്ഷനിലെ സ്റ്റാഫിന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിടത്തും ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിയിലും കിട്ടിയാൽ മതി എന്നുള്ള ധാരണയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോയിൻ ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫ് ഉണ്ട്. നമുക്കറിയാം, ധാരാളം കാണുന്നുണ്ട്. അവരൊരു പക്ഷേ 3 മാസമോ 6 മാസമോ 1 വർഷമോ ഒക്കെ നിന്നിട്ട് വേറൊരു ജോലി കിട്ടുമ്പോൾ അവരങ്ങ് പോകും. അപ്പം അവരെ പഠിപ്പിച്ചെടുത്തിട്ട് എന്താ കാര്യം എന്ന് ഒരു കാരണവശാലും അവിടുത്തെ മാനേജ്മെൻറ്റ് ചിന്തിക്കേണ്ട. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ നഷ്ടം നമ്മുടെ മാനേജ്മെൻറ്റിനായിരിക്കും. അപ്പം ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് ഐറ്റംസ് സെക്ഷനിലുണ്ടെന്നും ഓർഡർ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ കൂടുതലും മിനിമവും ഇല്ലെങ്കിൽ തീരെ കൊടുക്കേണ്ടാത്ത നോൺ മൂവിങ്ങിൻ്റെ കൊടുക്കാതിരിക്കാനും ശ്രമിക്കണം എന്നുള്ള ഒരു ചെറിയ പോയിന്റ് ഇവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചില സ്റ്റോറിലൊക്കെ ചെല്ലുമ്പം കാണാം ഫേസിങ് ഒരു ഐറ്റം തന്നെ 4, 5, 6 ഫേസിങ് വെച്ചിരിക്കുക. ചില കമ്പനിക്കാർ കൊണ്ട് തള്ളി കയറ്റി വെച്ചിരിക്കുക. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഈ സെക്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫിനോ അവിടുത്തെ ഫ്ലോർ മാനേജർക്കോ സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ മാനേജർക്കോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. അത് ഓർഡർ കൊടുക്കുന്ന പർച്ചേസർക്കും ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. പ്രത്യേക സാഹചര്യത്തിൽ ഒക്കെ ഓർഡറുകൾ കൊടുത്തു പോകേണ്ടി വരും. പക്ഷേ സ്റ്റാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഐറ്റംസിന് ഓർഡർ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദോഷം, അവിടെ ഐറ്റം എക്സ്പയർ ആവും, 2 ഡെഡ് സ്റ്റോക്ക് ആവും. ഇത് രണ്ടും നഷ്ടമാണ്. ഈ വിവരം കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റാഫിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഏറ്റവും മിനിമം കാര്യമാണ്. ഓരോ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യം കൃത്യമായിട്ടൊന്ന് സ്റ്റാഫിനെ പറഞ്ഞു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്